ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പ് വളരെ ഊഷ്മളമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം വളരെ വിജയകരമായിരുന്നു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സൈനിക സഹകരണം ഏതാണ്ട് ഇന്ത്യയുടെ മിലിറ്ററി പർച്ചേസിന്റെ 33% ഇനി ഇസ്രായേലിൽ നിന്നായിരിക്കുമെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അതൊരു വൻ ട്വിസ്റ്റായിരിക്കും ലോക ആയുധ വിപണിയിൽ തന്നെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിന്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ ഇന്ത്യയുടെ മിലിറ്ററിയെ ലോകോത്തരമായിട്ട് മാറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മളുടെ വിമാനങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് നല്ല രീതിയിൽ മിസൈലുകൾ ഘടിപ്പിക്കാനായിട്ടുള്ള സാങ്കേതികവിദ്യയൊക്കെ ഇസ്രായേലിൽ നിന്ന് വരും. അതുപോലെ തന്നെ നമുക്ക് ഇന്ധന ടാങ്കറുകളുടെ ദൗർലഭ്യമുണ്ട്. ആ ദൗർലഭ്യം പരിഹരിക്കാനായിട്ട് ബോയിങ്ങിന്റെ ചില പഴയ യാത്രാ വിമാനങ്ങൾ വിലയ്ക്ക് വാങ്ങിയിട്ട് ഇസ്രായേൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അത് ഇന്ധന ടാങ്കറുകളായി മാറ്റി ഇന്ത്യക്ക് കൈമാറും. അതുപോലെ നമുക്ക് എയർ ടു എയർ മിസൈലുകൾ സിസ്റ്റം, അയൺ ഡോമിന്റെ സിസ്റ്റം, ഇതൊക്കെ ഇസ്രായേലുമായിട്ട് ചേർന്നിട്ട് സംയുക്തമായിട്ട് നിർമ്മിക്കുവാനുള്ള സാധ്യതകളെല്ലാം വളരെയേറെ തെരഞ്ഞു വരികയാണ്. ഇത് നമ്മുടെ അയൽക്കാരായിട്ടുള്ള പാകിസ്ഥാനും ചൈനയ്ക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഞെട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഞെട്ടൽ തന്നെയാണ്. കാരണം ഇന്ത്യയെ അങ്ങനെ ഇനിയുള്ള കാലഘട്ടം എഴുതിത്തള്ളാൻ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകും. ഇന്ത്യയുടെ കരുത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ ബുദ്ധിയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം തന്നെ ഒരു ആക്രമണത്തിൽ നിന്ന് പിന്തിരിയുവാനായിരിക്കും ചിലപ്പോൾ മിക്കവാറും ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തയ്യാറാകുന്നത്. ചൈനയുമായിട്ട് നമുക്ക് വളരെയേറെ നല്ല റിലേഷൻഷിപ്പിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഏത് നിമിഷവും ഒരു ത്രെഡ് അവരുടെ കാലഘട്ടത്തിൽ ഉരുണ്ടു കൂടാമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയെ തകർത്ത് കളയാൻ പറ്റുന്ന ഒരു വലിയ സൈനിക ശക്തിയായിട്ട് ചൈന മാറിയാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതൊരു വലിയ ഭീഷണി തന്നെയാണ്. അപ്പോൾ ഇന്ത്യ ചൈന റിലേഷൻഷിപ്പും ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻഷിപ്പും എല്ലാം ഇനിയുള്ള കാലം സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതായിട്ട് ഉള്ള ഒരു കാലഘട്ടമാണ്. റഷ്യയുമായിട്ടുള്ള സൈനിക സഹകരണം നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല. എപ്പോഴും ഏറ്റവും വലിയ ഇന്ത്യയുടെ സൈനിക പാർട്ട്ണർ റഷ്യ തന്നെയാണ്. ഏതാണ്ട് 36% പർച്ചേസ് റഷ്യയിൽ നിന്നാണ് നടത്തുന്നത്. ഫ്രാൻസിൽ നിന്നും ഒരു 33%. അപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ പിന്നെ ഒരുപാട് പുറകിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് ഉതകുന്ന വിധത്തിൽ ആരൊക്കെയാണ് നമുക്ക് സഹായിക്കുന്നത് അവരിൽ നിന്നെല്ലാം നമ്മൾ സഹായം സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഉണ്ട്.